എന്റെ മകൻ എന്തെങ്കിലും പറ്റിയ 4 അല്ല 400 എണ്ണത്തിന് ഞാൻ കൊല്ലും. What happened? Go! Hey, stop! Stop! മാറി നിൽക്കാൻ ഞാനൊന്ന് കാണട്ടെ. ഫോർ ദ പീപ്പിൾ ഒറ്റ എണ്ണത്തിന് വെച്ചേക്കരുത്. വിദ്യാർത്ഥി സമൂഹം വലത്താൻ പോണ്.
എല്ലാം ഞാൻ പറയാം. ഒന്ന് ക്ഷമിക്കൂ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അല്പം ക്ഷമിക്കൂ പ്ലീസ്. ഇപ്പൊ തൃപ്തിയായല്ലോ തനിക്ക്? ഈ യൂണിഫോം ആളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല. It's my mistake, sir. പോയിട്ട് എന്താ വെച്ചാ? എന്താവാൻ, ഒന്നും നടക്കില്ല മോളെ. നമ്മളെ പോലെ ഗതികെട്ടവർക്ക് പഠിത്തവും പത്രാസൊന്നും പറഞ്ഞു. അല്ലച്ചാ, എന്താ ബാങ്ക് മാനേജർ പറഞ്ഞേ? പഠിക്കാൻ വായ്പ തരണമെങ്കിലേ ഈട് കൊടുക്കണോന്ന്. ഈ പുറമ്പോക്കാരൻ എന്നാ എടുത്ത് ഈട് കൊടുക്കാന്ന്? വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഈടൊന്നും വേണ്ടെന്നാണല്ലോ സർക്കാർ പറയുന്നേ. എന്നാ സർക്കാരിനോട് മേടിച്ചോന്നാ അയാള് പറയുന്നത്. റാങ്കൊക്കെ കിട്ടിയതാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു, കരഞ്ഞു കാല് പിടിച്ചു. അച്ഛാ, നാളെ ഞാനൊന്ന് പോയി നോക്കിയാലോ? എന്റെ അവസ്ഥ അറിയുമ്പോ 10ാം ക്ലാസ് മുതൽ റാങ്ക് വാങ്ങിയിട്ടുണ്ടോന്നൊക്കെ പറയുമ്പോ തുക എത്രയായാലും എന്താ, അത് തരാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോ സഹായിക്കാൻ തോന്നിയാലോ? നിങ്ങൾക്കൊക്കെ തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആർക്ക് ലോൺ കൊടുക്കാനാ സാറേ? ഒന്നും വേണ്ട, സൈൻ ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാം. സാറ് വരണമെന്ന് തന്നെയില്ല, പണം അക്കൗണ്ടിൽ വരും. സാറ് ആവശ്യമുള്ളപ്പോ അതിനനുസരിച്ച് വിഡ്രോ ചെയ്തോണ്ടാ മാത്രം മതി. ഓ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ഓക്കെ, ബൈ. എന്താ സാർ, ഞാൻ ഒരു എഡ്യൂക്കേഷൻ ലോണിന് അച്ഛൻ ഇന്നലെ വന്നിരുന്നു. ഓ, മനസ്സിലായി. അത് നടക്കത്തില്ലെന്ന് അപ്പോഴേ അയാളോട് പറഞ്ഞാണല്ലോ. അല്ല സാർ, വേറെ വഴിയില്ലാത്തോണ്ടാ. എല്ലാ ക്ലാസ്സിലും ഞാൻ റാങ്ക് വാങ്ങിയിട്ടുണ്ട് സാർ. കൊച്ചെ, തുറന്നു പറയാം, 25-30 ലക്ഷം ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കുന്ന കാശിന് സൗകര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാ ഈ എഡ്യൂക്കേഷൻ ലോൺ. അല്ലാതെ കിടപ്പാടം പോലും ഇല്ലാത്ത കാശിന് സൗകര്യമുള്ളവർക്ക് എന്തിനാ സാർ ലോൺ? ഓ, നീ എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ലേ? ഇറങ്ങണി പുറത്ത്. സാർ, പ്ലീസ് സാർ, പഠിക്കാൻ വേണ്ടിട്ടാ. ഓ, നീയൊക്കെ ഇനി പഠിച്ചിവിടെ രാജ്യം ഭരിക്കാൻ പോവല്ലേ? എടി കൊച്ചേ, നിന്നെ പോലെ പുറമ്പോക്കിലും വഴിവെക്കിലും ഒക്കെ താമസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പണി വേറെയുണ്ട്. കാണാനും വലിയ മോശമില്ലല്ലോ, എമ്പടി കുറെ ഉണ്ടാക്കാം. ആ ബിസിനസ് തുടങ്ങാനേ ഒരു ലോണിന്റെ ആവശ്യമില്ല. അല്ല പിന്നെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു.